പതക വിശദമായി നോക്കാം. യുവ നേതാവിനെതിരെ ഗുരുതര വെളിപ്പെടുത്തലുമായി നടി റിനി ആൻ ജോർജ്. ജനപ്രതിനിധിയായ യുവ നേതാവിൽ നിന്ന് മോശം അനുഭവമുണ്ടായി, അശ്ലീല സന്ദേശങ്ങൾ അയച്ചു, വിലക്കിയപ്പോൾ തന്നെക്കാൾ വലിയ രാഷ്ട്രീയ നേതാക്കൾ പീഡന കേസിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഒരു രാഷ്ട്രീയ നേതാവിനോട് പരാതി പറഞ്ഞപ്പോൾ അതവൻ്റെ മിടുക്ക് എന്നാണ് പ്രതികരിച്ചത്. അശ്ലീല സന്ദേശം അയച്ചത് രാഹുൽ മാങ്കൂട്ടത്തിലാണോ എന്ന ചോദ്യത്തിന് നോ കമൻസ് എന്നും റിനിയുടെ മറുപടി. ഞങ്ങളുടെ പ്രതിനിധി നിഷ ദിലീപ് ചേരുന്നു കൊച്ചിയിൽ നിന്നും. നിഷയോടൊപ്പം റിനി ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നിഷ, റിനി ഏത് പശ്ചാത്തലത്തിലാണ് ഇങ്ങനെയൊരു പ്രതികരണത്തിന് മുതിർന്നത്? എന്തായാലും ഈ യുവ നേതാവിൻ്റെ പേര് ഇതുവരെയായും വെളിപ്പെടുത്തിയിട്ടില്ല. പക്ഷേ സാഹചര്യ തെളിവുകൾ പരിശോധിച്ചാൽ അത് ഒരു യുവ നേതാവിലേക്കാണ് എത്തുന്നത്. MLA ആണ്. എന്തുകൊണ്ട് റിനി ഈ യുവ നേതാവിൻ്റെ പേര് തുറന്ന് പറയുന്നില്ല? നിഷയ്ക്ക് ചോദിക്കാം റിനിയോട്. അൽനമ്പ്യാർ, റിനി എനിക്കൊപ്പമുണ്ട്. കേരളത്തിലെ ജനപ്രതിനിധി കൂടിയായ ഒരു യുവ നേതാവിനെതിരെയാണ് മോഡലും യുവനടിയുമായ റിനി ആൻ ജോർജ് ഗുരുതരമായ വെളിപ്പെടുത്തലുകളുമായി രംഗത്തെത്തിയിരിക്കുന്നത്. റിനി എനിക്കൊപ്പമുണ്ട്. നമുക്ക് റിനിയോട് തന്നെ ചോദിക്കാം, ആരാണ് ആ യുവ നേതാവ്? ഏത് സാഹചര്യത്തിലാണ് റിനി ഇപ്പോൾ ഇത്തരം ഒരു വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത്? ആക്ച്വലി ഞാൻ ഈ യുവ നേതാവിൽ നിന്ന് ഇങ്ങനെ അനുഭവങ്ങൾ ഉണ്ടായപ്പോൾ ഞാനത് ഇത്രയും വലിയൊരു ഇഷ്യൂ ആണെന്ന് മനസ്സിലാക്കിയിരുന്നില്ല. ഞാനതൊരു ചെറുപ്പക്കാരൻ അങ്ങനെ മെസ്സേജ് അയച്ചു, അത് ഇഗ്നോർ ചെയ്യാമെന്നുള്ള രീതിയിൽ തന്നെയാണ് ചിന്തിച്ചിരുന്നത്. പക്ഷെ പിന്നീട് ഞാൻ റീസെൻ്റ്ലി കുറേ സമൂഹ മാധ്യമങ്ങളിൽ വാർത്തകൾ വരികയും ചിലരിൽ നിന്നുള്ള കൃത്യമായ വിവരങ്ങൾ കിട്ടുകയും ചെയ്തു. അതായത് ഈ വ്യക്തി ഒരു ഹാബിച്വൽ ഒഫൻഡറാണ്, നിരന്തരം സ്ത്രീകൾക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്ന തരത്തിലുള്ള പെരുമാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കിയപ്പോൾ എനിക്ക് തോന്നി അത് മനഃപൂർവ്വം അങ്ങനെ തീരുമാനിച്ചതല്ല. നമ്മളൊരു ഇൻ്റർവ്യൂ ചെയ്തു. ആ ഇൻ്റർവ്യൂവിൻ്റെ ഇടയിൽ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ എൻ്റെ ഒരു പേഴ്സണൽ അനുഭവം ഞാൻ ഷെയർ ചെയ്തതാണ്. ഇപ്പോൾ ആ യുവ നേതാവിൻ്റെ പേര് വെളിപ്പെടുത്താൻ റിനി ഇപ്പോഴും തയ്യാറാകുന്നില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു വെളിപ്പെടുത്തൽ നടത്താത്തത്? അതിൻ്റെ കാരണം ഞാൻ പല പ്രാവശ്യം ഇങ്ങനെ പറഞ്ഞു. അതായത് ഞാൻ ഒരു പ്രസ്ഥാനത്തെയും ഒരു വ്യക്തിയെയും അങ്ങനെ തേജോവധം ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല, അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനത്തിനെയൊക്കെ പ്രതിക്കൂട്ടിൽ നിർത്താനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ അവരാണ് അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടത് എന്നുള്ളതാണ് എൻ്റെ പോയിൻറ്റ്. അപ്പോൾ ഇനിയും നവീകരിക്കപ്പെടുക, അല്ലെങ്കിൽ എന്താണോ കൃത്യമായിട്ട് ചെയ്യേണ്ടതെന്നുള്ളൊരു തീരുമാനം അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകണം. ഉണ്ടായില്ലെങ്കിൽ നമുക്ക് എന്താണെന്ന് വെച്ചാൽ ആലോചിക്കാം. ഈ യുവ നേതാവ് പ്രതിനിധീകരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ നേതൃത്വത്തോട് റിനി പരാതിപ്പെട്ടിരുന്നോ? ഞാൻ പല ഫോറങ്ങളിലും അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു, ഈ പ്രശ്നങ്ങളെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അത് വേണ്ട രീതിയിൽ പോകണം, അങ്ങനെ വലിയൊരു നടപടി എന്നുള്ളതൊരു ശാസനയെങ്കിലും നിയന്ത്രിച്ച് നിർത്തുക. അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഇങ്ങനെ ഒരു പ്രസ്ഥാനം എന്നൊക്കെ പറയുന്ന ഓരോരുത്തർക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ആവശ്യമുണ്ടോ? അപ്പോൾ അത് കറക്റ്റ് ചെയ്യണം എന്നുള്ള രീതിയിൽ പല ഫോറങ്ങളിൽ സംസാരിച്ചിട്ടുണ്ട്. ഇങ്ങനെ പരാതി പറഞ്ഞപ്പോൾ ഏത് രീതിയിലാണ് ഈ പരാതി പറഞ്ഞ ആളുകൾ പ്രതികരിച്ചത്? അതാണ് ഞാൻ പറഞ്ഞത്. അവർക്ക് എല്ലാവർക്കും തന്നെ ബേസിക്കലി ഒരു ഹൂ കെയേഴ്സ് ആറ്റിറ്റ്യൂഡാണ്. ചിലരിപ്പോൾ നമ്മളോട് സ്നേഹത്തോടെ ഒയ്യോ മോളെ എന്നൊക്കെ പറയാം, അല്ലെങ്കിൽ സ്നേഹത്തോടു കൂടി പറയാം. പക്ഷെ ബേസിക്കലി എന്ന് പറയുന്ന ഒരു ഹൂ കെയേഴ്സ് എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് തന്നെയാണ്. സ്ത്രീകളുടെ വിഷയങ്ങളിൽ പല പ്രമുഖ വ്യക്തികളെന്ന് നമ്മൾ പറയുന്ന, അല്ലെങ്കിൽ വളരെ നല്ല മുഖം എന്ന് പറയുന്നവർ പലർക്കും, അതിപ്പോൾ ഈ രാഷ്ട്രീയത്തിൽ മാത്രമൊന്നുമല്ല, എല്ലായിടത്തും ഉണ്ട് ഇത്തരത്തിലുള്ള ആളുകൾ. അപ്പോൾ നമ്മളൊരു പ്രശ്നം ഉണ്ടായി, ഇങ്ങനൊരു പ്രശ്നം നേരിട്ടു എന്ന് പറയുമ്പോൾ ഹൂ കെയേഴ്സ് എന്നൊരു ആറ്റിറ്റ്യൂഡ് തന്നെയാണ് എല്ലാവരും സ്വീകരിക്കുന്നത് എന്നുള്ളതാണ്. ഈ ഹൂ കെയേഴ്സ് എന്ന് പറയുമ്പോൾ തന്നെ ഈ ഹൂ കെയേഴ്സ് പറഞ്ഞ ഒരു യുവ രാഷ്ട്രീയ നേതാവിനെ നമുക്ക് എല്ലാവർക്കും അറിയാം. അതുപോലെ തന്നെ ഇത്തരം ആരോപണങ്ങൾ, ഇത്തരം വലിയ രീതിയിലുള്ള അശ്ലീല സന്ദേശങ്ങളൊക്കെ അയച്ചു എന്ന് പറഞ്ഞു. ഈ അശ്ലീല സന്ദേശങ്ങൾ അയച്ചപ്പോൾ ഇയാളെ വാൺ ചെയ്തിരുന്നില്ലേ? തീർച്ചയായിട്ടും വാൺ ചെയ്യുമല്ലോ. ഞാൻ വാൺ ചെയ്തിരുന്നു, ഫയർ ചെയ്തിരുന്നു, ഉപദേശിച്ചിരുന്നു. ഇങ്ങനെ ഒരു രാഷ്ട്രീയ നേതാവ് ആകാൻ പാടുണ്ടോ എന്ന് ഞാൻ വ്യക്തമായിട്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു റിപ്ലൈ ആണ് ഞാനിങ്ങനെ സംസാരിക്കാനുള്ളൊരു പ്രധാനപ്പെട്ട കാരണം. പുള്ളി പറഞ്ഞു, സ്ത്രീപീഡകരായിട്ടുള്ള പ്രമാദമായ സ്ത്രീപീഡന കേസിൽ അകപ്പെട്ട രാഷ്ട്രീയ നേതാക്കന്മാർക്ക് എന്ത് സംഭവിച്ചു എന്നൊരു ചോദ്യം ചോദിച്ചു. അതിൽ സത്യത്തിൽ ഞാൻ കിടങ്ങിപ്പോയി. ശരിയല്ലേ എന്ന് ഞാൻ ആലോചിച്ചു. അപ്പോൾ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരണം എന്ന് വിചാരിക്കുന്ന യുവ നേതാക്കന്മാർക്ക് ഇതൊക്കെ ഒരു പ്രചോദനമാണ്. കാരണം രാഷ്ട്രീയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തോ ആവാലോ, നമുക്ക് സംരക്ഷണം കിട്ടുമല്ലോ എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് ഉണ്ടാവുന്നുള്ളത്. അതാണ് എന്നെ വളരെ ഷോക്കിംഗ് ആക്കിയത്. അപ്പോൾ ഞാൻ സമൂഹത്തോട് ജസ്റ്റ് ചോദിക്കുകയാണ്, ഇങ്ങനെയാണോ വേണ്ടത്? അല്ലെങ്കിൽ ഇത്തരം ആരോപണ വിധേയരായി മുന്നോട്ട് വരുന്ന ആൾക്കാരെ
നമ്മൾ തിരഞ്ഞെടുക്കണമോ അല്ലെങ്കിൽ നമ്മൾ അവർക്ക് ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കണമോ എന്നുള്ള രീതിയിൽ ഞാൻ സംസാരിച്ചത്. ഈ ഹൂ കെയേഴ്സ് എന്ന് റിനി ആവർത്തിച്ച് പറയുന്നുണ്ട്. നമ്മുടെ ഒരു യുവ നേതാവ് ഈ അടുത്ത് തന്നെ ഹൂ കെയേഴ്സ് എന്ന് പറഞ്ഞ് മാധ്യമങ്ങളിലൂടെയൊക്കെ നമ്മളെല്ലാവരും കണ്ടതാണ്. സ്വാഭാവികമായും സംശയം ആ യുവ നേതാവിലേക്ക് പോകുന്നുണ്ട്. അല്ല, അത് ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഹൂ കെയേഴ്സ് എന്ന ആറ്റിറ്റ്യൂഡാണ്. ഈ ഇന്ന വ്യക്തി എന്നുള്ളതിനേക്കാളും സ്ത്രീകളുടെ പ്രശ്നങ്ങളുള്ള പൊതു രീതി അതാണ്. ഹൂ കെയേഴ്സ് എന്നുള്ള ആറ്റിറ്റ്യൂഡാണ്. അതാണ് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞത്. ഇനിയിപ്പം ഇത്ര ഒരു വെളിപ്പെടുത്തലുമായി റിനി മുന്നോട്ട് വരുമ്പോൾ ഇപ്പം സ്വാഭാവികമായും എല്ലാവരും തന്നെ ഈ ഒരു വാർത്ത കണ്ടു. ഇനി ഏതെങ്കിലും രീതിയിൽ റിനിക്ക് ഭയമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഭയമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഭയപ്പെട്ടിരുന്നെങ്കിൽ ഞാൻ ഇത്രയും പോലും പറയില്ലായിരുന്നു. എനിക്ക് ഭയമൊന്നുമില്ല. പിന്നെ കൃത്യമായ ധാരണയുണ്ട്. ഈ സമൂഹം സ്ത്രീകളുടെ പ്രശ്നങ്ങൾ സംബന്ധിച്ച് എല്ലാവരും ഒന്നും ഞാൻ പറയുന്നില്ല, ബഹുഭൂരിപക്ഷം പേരും സ്ത്രീകളുടെ പ്രശ്നങ്ങളിലെ ഒരു മൈൻഡും ചെയ്യുന്നില്ല. ഇവർക്കൊക്കെ ഭാര്യയും മക്കളും പെൺമക്കളും ഒക്കെ ഉണ്ട്. പക്ഷെ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ചിന്താഗതി എന്ന് മനസ്സിലാവുന്നില്ല. അപ്പോൾ അതുകൊണ്ട് എന്നെ തേജോവധം ചെയ്യാനും എനിക്കെതിരെ മോശം കാര്യങ്ങൾ പറയാനും ഒക്കെ പലരും ഉണ്ടാവും എന്നുള്ള കൃത്യമായ ധാരണ എനിക്കൊരു ഭയവുമില്ല. ഇനി എന്താ അടുത്ത തീരുമാനം? നിയമ നടപടിയുമായിട്ട് എന്തെങ്കിലും മുന്നോട്ട് പോകുന്നുണ്ടോ? ഞാനത് നേരത്തെ പറഞ്ഞു. ഇതെൻ്റെ വ്യക്തിപരമായ പ്രശ്നമല്ല. നിങ്ങളെല്ലാവരും ചോദിക്കുന്നത് എന്നോട് നിയമപരമായിട്ട് പോകുന്നുണ്ടോ എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞത് ഇതൊരു വ്യക്തിപരമായ പ്രശ്നമല്ല. ഞാൻ പറഞ്ഞത് ഇങ്ങനെയുള്ള നേതാക്കന്മാർ മുന്നോട്ടേക്ക് വരുന്നത് നമ്മുടെ സമൂഹത്തിന് നല്ലതാണോ എന്ന് അറ്റ്ലീസ്റ്റ് സ്ത്രീകളെങ്കിലും ചിന്തിക്കണം. കാരണം സ്ത്രീകൾക്ക് പല സ്ഥലത്തും നീതി കിട്ടാത്ത ഒരവസ്ഥയുണ്ട്. അപ്പോൾ അധികാരത്തിൻ്റെ മുകളിൽ സ്ഥാനങ്ങളിൽ വരുന്നവർ തന്നെ ഇങ്ങനെ ആകുമ്പോൾ എങ്ങനെ നമുക്ക് നീതി കിട്ടും എന്നുള്ളൊരു ചോദ്യമാണ്. അപ്പോൾ ഈ ചോദ്യം ഞാൻ പൊതുസമൂഹത്തിൻ്റെ മുന്നിലേക്കാണ് വെക്കുന്നത്. നമ്മൾ ഇത്തരത്തിലുള്ള രാഷ്ട്രീയ നേതാക്കന്മാരെ ജയിപ്പിക്കുന്നത് കൊണ്ട് നമ്മൾ എന്ത് ഇതാണ് നമ്മൾ സമൂഹത്തിന് കൊടുക്കുക അല്ലെങ്കിൽ വ്യക്തികൾക്ക് കൊടുക്കുന്നതെന്നുള്ളത്. ഇപ്പോൾ പലരും ഇപ്പോൾ MLA-മാരായിട്ടിരിക്കുന്ന MP-മാരായിട്ടിരിക്കുന്നത് സ്വന്തം ഭാര്യമാർ പോലും ഇവർ ശരിയല്ല എന്ന് പറഞ്ഞ് വെളിപ്പെടുത്തി വരുന്നുണ്ട്. പക്ഷെ അത്തരത്തിലുള്ള ആൾക്കാരെ ഇപ്പോൾ നമ്മൾ സ്ത്രീകളടക്കം നിന്ന് ജയിപ്പിക്കുകയാണ്. പല ആരോപണങ്ങളും നേരിടും. പക്ഷെ അത് വെറും ആരോപണങ്ങളാണെന്ന് പറഞ്ഞ് പുകമറയിൽ നിൽക്കുകയാണ്. പക്ഷെ അത്തരത്തിൽ ആരോപണങ്ങൾ വരാത്ത നേതാക്കന്മാരും ഉണ്ടല്ലോ. ഇപ്പോൾ ഈ പറയുന്ന യുവജന പ്രസ്ഥാനങ്ങളിലും വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളിലും ഇങ്ങനെ അല്ലാത്ത ഇഷ്ടം പോലെ നേതാക്കന്മാരുണ്ട്, യുവ നേതാക്കന്മാരുണ്ട്. ഈ യുവ നേതാവ് ജനപ്രതിനിധി ആയതിനു ശേഷവും ഇത്തരത്തിൽ മെസ്സേജുകളൊക്കെ അയച്ചിരുന്നോ? അല്ല, ഇത് എപ്പോഴും മെസ്സേജുകൾ അയക്കുന്നുണ്ട്. ഏത് സമയത്തും ഇങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് തന്നെയാണ്. പക്ഷെ ഞാൻ ഇന്നത് ഇങ്ങനെ ആയിരുന്നു അങ്ങനെ ആയിരുന്നു എന്ന് പറയുന്നില്ല. കാരണം അധികാര സ്ഥാനങ്ങൾ വെച്ചിട്ട് പല രീതിയിൽ അത് ദുരുപയോഗം ചെയ്യാനുള്ള ശ്രമങ്ങൾ. അധികാരത്തിൻ്റെ അഹങ്കാരമൊക്കെ ഉണ്ടായിരുന്നോ? അല്ല, ഒരു വലിയൊരു സംരക്ഷണ വലയം ഉണ്ട് എന്നുള്ള തലത്തിലുള്ള ഒരു രീതിയാണ്. അങ്ങനത്തെ ഒരു അഹങ്കാരം തീർച്ചയായിട്ടും. അതായത് എന്ത് പുറത്ത് പറഞ്ഞാലും തന്നെ അതൊന്നും ബാധിക്കില്ല എന്ന് അല്ലേ? ഭയങ്കരമായിട്ട് ഹൂ കെയേഴ്സ് ആറ്റിറ്റ്യൂഡ് ഭയങ്കരമായിട്ടുള്ള ഒരു വ്യക്തിയാണ്. അതായത് യുവ നേതാവ് എന്ന് പറയുമ്പോൾ പല യുവ നേതാക്കളും സംശയത്തിൻ്റെ നിഴലിൽ നിൽക്കുകയാണ്. ഇപ്പം നോക്കൂ, എന്തായാലും റിനിക്ക് ഒരു മോശം അനുഭവം ഉണ്ടായി. ആ മോശം അനുഭവം അതൊരു വ്യക്തിയിൽ നിന്നാണ് ഉണ്ടായത്. അത് ജനപ്രതിനിധിയാണെന്ന് പറയുന്നു, യുവ നേതാവാണെന്ന് പറയുന്നു. ഒരു പ്രസ്ഥാനത്തിനും എതിരല്ല താൻ എന്നും റിനി പറഞ്ഞല്ലോ. അപ്പോൾ സ്വാഭാവികമായും ആ പേര് പറയേണ്ടതല്ലേ? ആ വ്യക്തി ആരാണ് എന്ന് പൊതുസമൂഹം അറിയേണ്ടതല്ലേ? കാരണം പല യുവ നേതാക്കളും ഇപ്പോൾ സംശയത്തിൻ്റെ നിഴലിൽ നിൽക്കുകയാണ്. അപ്പോൾ ആ സംശയ ദൂരീകരണം നടത്തേണ്ടത് റിനി എന്ന വ്യക്തി തന്നെയല്ലേ? എന്തിനാണ് മടിക്കുന്നത്? ഭീഷണി ഉള്ളതുകൊണ്ടാണോ? അതോ ഇത് ഇനി തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് കരുതിയാണോ? എന്തുകൊണ്ടാണ് അതിൽ നിന്ന് മാറി നിൽക്കുന്നത്? അത്തരമൊരു തുറന്നു പറച്ചിൽ നിന്ന് എന്തുകൊണ്ട് വിട്ടു നിൽക്കുന്നു റിനിയെന്ന് ഒന്ന് ചോദിക്കാമോ? തീർച്ചയായും നമ്പർ. ഈ റിനി ഇപ്പോൾ പറഞ്ഞു യുവ നേതാവ് എന്ന് റിനി പറയുന്നുണ്ട്. പക്ഷേ യുവ നേതാക്കൾ ഒരുപാട് പേരുണ്ട്. അപ്പോൾ യുവ നേതാവ് എന്ന് പറയുമ്പോൾ പല യുവ നേതാക്കളും ഈ സംശയത്തിൻ്റെ മുനയിലേക്ക് പോകും. അപ്പം പല ആളുകളും സംശയിക്കപ്പെടും. യുവ നേതാവ് എന്ന് പറയുന്ന സമയത്ത് റിനിക്ക് ആളുടെ പേര് വെളിപ്പെടുത്തിയാൽ എന്തുകൊണ്ടാണ് അത് വെളിപ്പെടുത്താത്തത്? അതിൻ്റെ കാരണം ഞാൻ പറഞ്ഞല്ലോ. പല യുവ നേതാക്കളും സംശയത്തിൻ്റെ മുനയിലേക്ക് പോകും. അല്ല, അത് തീർച്ചയായിട്ടും നമ്മളിനി അത് എന്താണെന്ന് ടേക്കപ്പ് ചെയ്യുന്ന എങ്ങനെയാണെന്നുള്ളത് നോക്കിയിട്ട് തീരുമാനിക്കും എന്നുള്ളത്. അതായത് ഇനിയും കൂടുതൽ വെളിപ്പെടുത്തലുകൾ ഉണ്ടാകും അല്ലേ? ഉണ്ടാകാം. അപ്പോൾ യുവ നേതാവിൻ്റെ പേര് പറയും.
അത് ഞാനിപ്പോൾ തീരുമാനിച്ചിട്ടില്ല എങ്ങനെയാണത്. ഇനിയും എങ്ങനെയാണ് ഈ വ്യക്തിക്ക് തന്നെ ഫേവറബിളായിട്ട് പോകുന്ന രീതിയാണോ അവലംബിക്കാൻ പോകുന്നത് എന്നുള്ളത് അറിയണം. 3.5 വർഷം മുമ്പ് പരിചയപ്പെട്ടതാണെന്ന് പറഞ്ഞു. ആ സമയത്തൊക്കെ ഇയാൾ ഈ രീതിയിൽ തന്നെയായിരുന്നു പെരുമാറിയിരുന്നത്. അതെ, ആദ്യം തുടങ്ങി ഈ ഒരു രീതിയായിരുന്നു. പിന്നെ ചില സമയത്ത് ഇത് മാറ്റി പിടിക്കും, വേറൊരു സ്ട്രാറ്റജി. പ്രണയാഭ്യർത്ഥനയൊക്കെ നടത്തിയിട്ടുണ്ടോ? ആ രീതിയിൽ ഞാൻ നേരിട്ട് അങ്ങനെ പ്രണയാഭ്യർത്ഥന ഒന്നും നടത്തിയിട്ടില്ല. പക്ഷെ പ്രണയത്തിൻ്റെതായ ചില ലാഞ്ചനകൾ സംസാരത്തിൽ അത് നമുക്കൊരു സാധ്യതയുണ്ട് എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിൽ സൈക്കോളജിക്കലായിട്ടൊക്കെ ഉള്ളൊരു ശ്രമങ്ങളുണ്ട്. പിന്നെ എനിക്കത് ആദ്യമേ മനസ്സിലായതുകൊണ്ട് ഞാനത് ഇഗ്നോർ ചെയ്തു. ഈ പേര് പറയാത്തിടത്തോളം കാലം നമ്മുടെ എല്ലാ യുവ നേതാക്കളും സംശയത്തിന്റെ നിഴലിൽ തന്നെ ആയിരിക്കും. അത് ഞാൻ പറഞ്ഞല്ലോ, അതിനെക്കുറിച്ച് നമ്മൾ എങ്ങനെയാണെന്നുള്ളത് വരും ദിവസങ്ങളിൽ പേര് വെളിപ്പെടുത്തും. നോക്കാം. നമ്പ്യാർ, വരും ദിവസങ്ങളിൽ റിനി ഒരു പക്ഷേ ആ യുവ നേതാവിന്റെ പേര് പറഞ്ഞു എന്നിരിക്കും. പക്ഷേ ഇപ്പോൾ തൽക്കാലം ആ യുവ നേതാവെന്ന് മാത്രം പറയാനാണ് ഉദ്ദേശിക്കുന്നത്. ആ യുവ നേതാവിൽ നിന്ന് വളരെ വലിയ മോശം അനുഭവങ്ങളുണ്ടായി, അശ്ലീല സന്ദേശങ്ങൾ അയച്ചു, 3.5 വർഷം മുമ്പ് പരിചയപ്പെട്ടതാണ്. തുടർന്ന് റിനി വാൺ ചെയ്തിരുന്നു, ഇനി തനിക്ക് ഇത്തരത്തിലുള്ള സന്ദേശങ്ങൾ അയക്കരുത്, താങ്കളുടെ രാഷ്ട്രീയ ഭാവിയെങ്കിലും നോക്കണമെന്നൊക്കെ ഈ കുട്ടി പറഞ്ഞതാണ്. പക്ഷേ അതൊന്നും വകവയ്ക്കാതെ തന്നേക്കാൾ വലിയ ഇത്തരത്തിൽ സ്ത്രീ വിഷയങ്ങളിലൊക്കെ ഉൾപ്പെട്ടിട്ടുള്ള ആളുകളുണ്ട് എന്നാണ് ആ യുവ നേതാവ് വെളിപ്പെടുത്തുന്നില്ല. നിഷ ആവർത്തിച്ച് ചോദിച്ചു, പറയുന്നില്ല. പക്ഷെ ഒരു രാഷ്ട്രീയ നേതാവിനോട് പരാതി പറഞ്ഞപ്പോൾ അതവൻ്റെ മിടുക്ക് എന്നാണ് പറഞ്ഞത്. ഏത് രാഷ്ട്രീയ നേതാവാണ് ഇത്തരം ഞരമ്പ് രോഗികളെ സംരക്ഷിക്കുന്നത്, അവർക്ക് എല്ലാ പൂർണ്ണ പിന്തുണയും നൽകുന്നത് എന്നെങ്കിലും ഒന്ന് തുറന്നു പറയാൻ റിനിയോട് ഒന്ന് അഭ്യർത്ഥിക്കൂ. ഏത് രാഷ്ട്രീയ നേതാവാണ് ഇത്തരം ഞരമ്പ് രോഗികൾക്ക് എല്ലാ പരിരക്ഷയും നൽകുന്നത് എന്നെങ്കിലും പൊതുസമൂഹം അറിയട്ടെ. എന്തായാലും യുവ നേതാവിൻ്റെ പേര് പറയണ്ട, വരും ദിവസങ്ങളിൽ പറയട്ടെ. പക്ഷേ ഇത്തരം രാഷ്ട്രീയ നേതാക്കളെയെങ്കിലും നമ്മുടെ സമൂഹം തിരിച്ചറിയേണ്ടതല്ലേ? അലമ്പേർ, തീർച്ചയായും നമ്മൾ ആ കാര്യങ്ങളൊക്കെ റിനി ഇപ്പോൾ ഇവിടുന്ന് പോയി. റിനി ഉള്ള സമയത്ത് നമ്മളതെല്ലാം ചോദിച്ചിരുന്നു. പ്രതിപക്ഷ നേതാവ് VD സതീശനോട് താൻ ഇക്കാര്യത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അപ്പോൾ അദ്ദേഹം അന്വേഷിക്കാമെന്നാണ് പറഞ്ഞത്. മറ്റൊരു കോൺഗ്രസ് നേതാവിനോട് ഇക്കാര്യം പറഞ്ഞ സമയത്താണ് പറഞ്ഞത് ഇന്ന് റിനിക്ക് വളരെ മോശം അനുഭവമുണ്ടായി, അത് അവൻ്റെ മിടുക്ക് എന്ന് പറഞ്ഞത് ഒരു കോൺഗ്രസ് നേതാവ് തന്നെയാണ്. പക്ഷേ ആ ആളുടെ പേരും റിനി വെളിപ്പെടുത്താൻ തയ്യാറായില്ല. നമ്മൾ ആവർത്തിച്ച് ചോദിച്ചു, അപ്പോഴൊക്കെ പറയുന്നത് വരും ദിവസങ്ങളിൽ ആവശ്യമെങ്കിൽ വേണമെങ്കിൽ ഒരു പക്ഷേ തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ യുവ നേതാവ് ആരാണ് എന്ന് വെളിപ്പെടുത്തും. പക്ഷേ ഒരു കാര്യം റിനി ആവർത്തിച്ച് പറയുന്നുണ്ട്, ആ യുവ നേതാവിന് ഹൂ കെയേഴ്സ്, ആ ഒരു നിലപാട് തന്നെയാണ് ഉള്ളത്. എന്തായാലും വലിയ ഗുരുതരമായ ആരോപണങ്ങൾ തന്നെയാണ് യുവ നടിയും മോഡലും ഒക്കെയായ ഒരു മാധ്യമപ്രവർത്തക കൂടിയായിരുന്നു റിനി ഉന്നയിച്ചിരിക്കുന്നത്. അൽ നമ്പ്യാർ. യെസ്, യുവ നേതാവിനെതിരെ ഗുരുതര വെളിപ്പെടുത്തലുകളുമായി നടി റിനി ആൻ ജോർജ്. ജനപ്രതിനിധിയായ യുവ നേതാവിൽ നിന്ന് മോശം അനുഭവമുണ്ടായി, അശ്ലീല സന്ദേശങ്ങൾ പലവട്ടം അയച്ചു, വിലക്കിയപ്പോൾ തന്നെക്കാൾ വലിയ രാഷ്ട്രീയ നേതാക്കൾ പീഡനക്കേസിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ട് എന്നായിരുന്നു പ്രതികരണം. ഒരു രാഷ്ട്രീയ നേതാവിനോട് പരാതി പറഞ്ഞപ്പോൾ അത് അവൻ്റെ മിടുക്ക് എന്നാണ് മറുപടി ഉണ്ടായത്. അശ്ലീല സന്ദേശം അയച്ചത് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ആണോ എന്ന ചോദ്യത്തിന് നോ കമൻസ് എന്നും റിനിയുടെ മറുപടി. നേരത്തെ മാധ്യമപ്രവർത്തകർ അങ്ങനെ ചോദിച്ചിരുന്നു, പേരെടുത്ത് ചോദിച്ചിരുന്നു. കാരണം സമീപകാലത്ത് ഉണ്ടായ ഇത്തരം വിവാദങ്ങളിൽ നിറഞ്ഞു നിന്നത്, പ്രതിസ്ഥാനത്ത് നിന്നത് രാഹുൽ മാങ്കൂട്ടത്തിലാണ്. സ്വാഭാവികമായും മാധ്യമപ്രവർത്തകർ അക്കാര്യം റിനിയോട് ഉന്നയിച്ചു. അപ്പോഴും നോ കമൻസ് എന്നാണ് മറുപടി. പക്ഷേ ഇതെല്ലാം വിരൽ ചൂണ്ടുന്നത് ഒരു യുവ നേതാവിലേക്ക് തന്നെയാണ് എന്ന് ഈ യുവ നേതാവിനെ അറിയുന്നവർക്ക് മനസ്സിലാകും എന്നുള്ളതാണ്.